فقولا له قولا لينا رحمك الله لعله يتذكر أو يخشى فقولا له اذهبا إلى فرعون إنه طغى അതിൽ പിന്നെ قولا قولا എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുവരും പറയുക ഖുൽ എന്ന് പറഞ്ഞാൽ നീ പറയുക ഖുൽ ഖുല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും പറയുക അതിൻ്റെ ദ്വിവചനം ഖുൽ എന്ന കൽപ്പനക്രിയയിൽ നിന്നുള്ള ദ്വിവചനാണ് ഖൂല നിങ്ങൾ പറയുക നിങ്ങൾ ഇരുവരും പറയുക ഫഖൂലാ ലഹു നിങ്ങൾ ഇരുവരും അവനോട് പറയുക ഫിർഔനോട് പറയുക എന്ത് പറയുക ഖൗലൻ ലയ്യിനൻ എന്ത് ഈ ഖൗലൻ ലയ്യിനൻ പറഞ്ഞാണ് ഖൗലൻ ലയ്യിനൻ ലയ്യിനൻ എന്നുള്ളത് എന്താ ലയ്യിനൻ എന്നുള്ളതിൻ്റെ നേരെ വിപരീതം എന്താ ഖുശൂന എന്നാണ് ഖുശൂന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരുഷമായത് എന്നാണ് അല്ലേ ഖുശൂന ശരിക്കും നമ്മൾ തൊലിപ്പുറം ഒക്കെ പരുത്തതാണെങ്കിൽ അതിന് ഖുശൂന എന്ന് പറയും പരുത്ത പ്രതലം അതിനൊക്കെ നിർമ്മലമാണെങ്കിൽ അതിനെന്ത് പറയും ലയ്യീൻ എന്ന് പറയാം ലയ്യീൻ അപ്പോൾ സംസാരത്തെക്കുറിച്ച് ലയ്യീൻ എന്ന് പറയുമ്പോൾ അതൊരു ആലങ്കാരിക പ്രയോഗമാണ് ഫഖൂലാ ലഹു നിങ്ങൾ ഇരുവരും ഫിറഔനോട് പറയുക ഖൗലൻ ലയ്യിനൻ ലയ്യിനായ വാക്ക് എന്നാൽ മൃദുലമായ സരളമായ വാക്ക് പറയുക അത് ഈ സരളമായ വാക്ക് ഉസ്ലൂബിലാണ് മദ്മൂനിലല്ല എന്ന് പറയും എന്താ പറഞ്ഞത് മദ്മൂൻ എന്ന് പറഞ്ഞാൽ ഉള്ളടക്കം എന്നർത്ഥം മദ്മൂൻ എന്താ ഉള്ളടക്കം ഉസ്ലൂബ് എന്ന് പറഞ്ഞാൽ എന്താ ശൈലിയിലാണെന്ത് ഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ശൈലിയിൽ മൃദുലമായ വാക്ക പറയുന്നത് മദ്മൂൻ ഉള്ളടക്കത്തിൽ എന്താ ഉള്ളടക്കത്തിലല്ല ലയ്യിൻ ഉള്ളടക്കം എന്താ ഉള്ളടക്കം അത് പറയേണ്ട വാക്ക് എന്താണോ അതാണ് ദഅവത്തിന് പോയിട്ട് ശിർക്ക് ചെയ്യുന്ന ഒരാളോട് ഖൗലൻ ലയ്യിനൻ പറയാൻ അതുകൊണ്ട് കൈഫൽ ഹാൽ കോയിസ് എന്ന് ചോദിച്ചിട്ട് അതല്ല പിന്നെ മദ്മൂൻ എന്തായിരിക്കണം അത് പിന്നെ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതായിരിക്കണം ഫിറഔനോട് പറയണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ നമുക്ക് പറയാം എന്താണെന്നുള്ളത് പക്ഷെ ശൈലിയിൽ എന്താണ് അത് ലയ്യിനായിരിക്കണം എന്നുള്ളതാണ് അത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നിർവഹിച്ചത് നമ്മൾ സൂറത്തു നാസിയാത്തിൽ വായിക്കുന്നുണ്ട് എന്താ സൂറത്തു നാസിയാത്തിൽ പറഞ്ഞത് ഫഖുൽ ഹൽ ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശ അതാണ് ഹൽ ലക ഇലാ അൻ തസക്ക ഹൽ ലക ഇലാ അൻ തസക്ക താങ്കൾ സംസ്കൃതനാകാൻ ഒരുക്കമുണ്ടോ നന്നാകേണ്ടത് എങ്ങനെയാണ് ഖൽബ് നന്നാകണം അകവും പുറവും നന്നാവണം ഖൽബ് നന്നാണെങ്കിൽ എന്ത് വേണം വിശ്വാസം അതിൽ ശിർക്കാണ് തനിക്ക് ഉലൂഹിയത്ത് ജൽപ്പിക്കുന്ന റുബൂബിയത്ത് ജൽപ്പിക്കുന്ന വിശ്വാസമാണ് അത് മാറ്റിയിട്ട് എന്ത് ചെയ്യണം അള്ളാഹുവിൽ ഉലൂഹിയത്തും റുബൂബിയത്തൊക്കെ അർപ്പിക്കുന്ന വിശ്വാസം വരണം അങ്ങനെയാണ് സംസ്കരിക്കുക ഹല്ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക് നിന്റെ റബ്ബിലേക്ക് ഞാൻ നിന്നെ നയിക്കാം ഫതഖ്ശ അങ്ങനെ നീ ഭയക്കും പേടിക്കും അങ്ങനെയുള്ളൊരു ജീവിതം വരും അതാണെന്ത് മദ്മൂൻ പക്ഷെ അത് പറയേണ്ടത് എങ്ങനെയാണ് പറയേണ്ടത് അതാണ് ഹല്ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശ നല്ല സരളമായ മാന്യമായ ശൈലിയിലാണ് അത് പറയേണ്ടത് എന്നുള്ളതാണ് ചില ആളുകൾ വിചാരിച്ചത് എന്താണ് ഉള്ളടക്കവും ശൈലിയും ഒക്കെ എന്തായിരിക്കണം ലയ്യിനായിരിക്കണം എന്നുള്ളതാണ് ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശ ലഅല്ലഹു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് തഅലീലിന് വേണ്ടിയെന്നാണ് കൈ യതദക്കർ അവൻ ഉത്ബുദ്ധനാകുന്നതിന് വേണ്ടി കൈ യതദക്കർ ചിലർ പറഞ്ഞത് കാണുക എന്ന അർത്ഥത്തിൽ ദുക്ർ വരും കാണുക എന്ന അർത്ഥത്തിൽ അപ്പോൾ യതദക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൾക്കാഴ്ചയുള്ളവനാകുന്നതിന് വേണ്ടി ഔ യഖ്ശ എന്ന് പറഞ്ഞാൽ ഭയക്കുന്നു ഔ അല്ലെങ്കിൽ യഖ്ശ ഭയക്കുന്നതിന് വേണ്ടി അപ്പോൾ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ ലഅല്ലഹു യതദക്കറു ഫിർഔൻ ഉത്ബുദ്ധനാകുന്നതിന് വേണ്ടി
ഔ യക്ഷ അല്ലെങ്കിൽ ഭയക്കുന്നതിന് വേണ്ടി. ചിലർ അവൻ ഉൾക്കാഴ്ചയുള്ളവനാകുന്നതിന് വേണ്ടി, ഭയക്കുന്നതിന് വേണ്ടി, അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അല്ലഹു യതദക്കറു യഖ്ഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവൻ ഉത്ബുദ്ധനാവുക, അവൻ ഭയക്കുക, അതിനു വേണ്ടി നിങ്ങൾ ഖൗലൻ ലയ്യിനൻ അവനോട് പറയുക എന്നുള്ളതാണ്.